അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായി. അത് ഞാൻ അപ്പം തന്നെ കംപ്ലൈൻറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര, ഒരാൾക്കും ഇതൊന്നും ഉണ്ടാവരുത്. അപ്പോൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഓരോ പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനമായി പുറത്തു വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഫെഫ്കയിൽ നിന്നും ചലച്ചിത്ര പ്രവർത്തകയും അതുപോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. തീർച്ചയായിട്ടും ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നടൻ ദിലീപിൻ്റെ തിരിച്ചുവരവിൽ പ്രതിഷേധിച്ച് തന്നെയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി തീർച്ചയായിട്ടും അതിൽ നിന്ന് രാജിവെച്ചത് എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ അതിജീവിതയ്ക്ക് ഏറ്റവും വലിയ ഒരു പിന്തുണ നൽകിയ ഒരു വനിതാ രത്നം തന്നെയായിരുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് നഷ്ടങ്ങൾ വന്നാലും മാധ്യമങ്ങൾക്ക് മുമ്പിലായാലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിലായാലും തുറന്നു പറയുന്ന ഒരാളാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും അവസാനം വരെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഫെഫ്കയിൽ നിന്നും ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ദിലീപ് എന്ന് പറയുന്ന നടൻ തീർച്ചയായിട്ടും ഇപ്പോൾ അമ്മയിലേക്കും അതുപോലെ തന്നെ ഫെഫ്കയിലേക്കും അടക്കം എല്ലാ സംഘടനകളേക്കും കുറ്റവിമുക്തനായതോടെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് തന്നെയാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതാനും രാജിവെച്ചത്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നടി ആക്രമിക്കപ്പെട്ട അന്ന് രാത്രി തന്നെ ഓടിക്കേറിയത് നമ്മുടെ ലാലിൻ്റെ വീട്ടിലേക്കായിരുന്നു. അദ്ദേഹമായിരുന്നു സംരക്ഷണം ഒരുക്കിയത്. അതിനുശേഷം അദ്ദേഹമാണ് ആദ്യമായിട്ട് പോലീസിലേക്ക് വിവരമറിയിച്ചതും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാൽ ഇപ്പോൾ ആദ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന് മുന്നേ PT തോമസ് ആണ് പോലീസിലേക്ക് ഈ കാര്യം അറിയിച്ചത് എന്നുള്ള ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നും ആ സമയത്ത് ഞാനും എൻ്റെ കുടുംബവുമാണ് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയും അതുപോലെ തന്നെ എല്ലാ സഹായവും നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് ലാൽ ആദ്യമായൊരു പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹവും ആര് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ല എന്നും ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെന്നും പറയുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരു യൂട്ടേൺ അടിക്കുന്നത് പോലെ തോന്നിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രതികരണം പുറത്തു വരുന്നത്. ആസിഫ് അലി അടക്കമുള്ള നടന്മാർ ഇതുവരെ പറഞ്ഞിരുന്നത് ഗൂഢാലോചന സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നു, പക്ഷെ ആര് ശിക്ഷിച്ചു എന്നതല്ല, ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്നാണ് ആസിഫ് അലിയും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അവൾക്കൊപ്പം തന്നെയാണ് എന്നും നീതി കിട്ടുക തന്നെയാണ് ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ലാലിന്റെ ആ പ്രതികരണത്തിലേക്ക് പോകാം. കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ അതിനകത്ത് പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും കൊന്നുകളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. പക്ഷെ പിന്നീട് നമ്മൾ സാവകാശം ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ വിധി വന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നു. അവർക്ക് എത്ര കണ്ടിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല, അത് വിധി ന്യായം വരണം. എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ സന്തോഷവാനാണ്. പിന്നെ ഈ ഗൂഢാലോചനയുടെ കാര്യത്തിൽ അത് പിന്നീട് ഉയർന്നു വന്നൊരു പ്രശ്നമാണ്, അതിനെ കണ്ടെത്തിയൊരു പ്രശ്നമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതിനപ്പുറം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നിങ്ങളെക്കാൾ കൂടുതൽ പോലീസ് ഓഫീസേഴ്സിന് അറിയാം, കോടതിക്കറിയാം, വക്കീലന്മാർക്കറിയാം, എല്ലാവർക്കും അറിയാം. അതിനേക്കാളൊക്കെ ഏറ്റവും കുറവ് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിന് ഫോൺ ചെയ്ത് ഇവരെ അറിയിക്കുന്നത് ഞാനാണ്, അല്ലാതെ അത് PT തോമസ് ഒന്നുമല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് PT തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴോ PT തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവന്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണെന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളുടെയും തുടക്കം. അപ്പോൾ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ലാൽ വളരെ പച്ചയായ രീതിയിൽ പറയുകയാണ്. തീർച്ചയായിട്ടും നടിക്ക് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുറ്റകൃത്യത്തിൽപ്പെട്ട ആൾക്കാരെ പെട്ടെന്ന് കൊന്നു കളയണമെന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ കയ്യിൽ കിട്ടിയാലെന്നും അതിനുശേഷം നിയമപരമായ എല്ലാ ശിക്ഷയും വാങ്ങിക്കൊടുക്കണമെന്ന് പുനരാലോചനയ്ക്ക് ശേഷമാണ് ഞാൻ പോലീസിലേക്ക് വിവരങ്ങൾ കൈമാറിയത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മുടെ ലാൽ പറയുകയാണ്. തീർച്ചയായിട്ടും തൻ്റെ കുടുംബവും ഞാനും എൻ്റെ ഭാര്യയും അടക്കമുള്ള എല്ലാവരും
തന്നെ കഴിയുന്ന എല്ലാ വിവരങ്ങളും അതേ സമയത്ത് തന്നെ ഒരു മിനിറ്റ് പോലും വൈകാതെ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നും അവരുമായി എല്ലാ കാര്യത്തിലും ഞാൻ സഹകരിച്ചിട്ടുണ്ട് എന്നാണ് ലാൽ പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യം ആദ്യമായിട്ട് പുറം ലോകത്തെ അറിയിക്കുന്നത് ഞാനാണ് എന്ന് തീർച്ചയായിട്ടും അവകാശവാദം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് ലാൽ. തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യം. ഇവര് കാര്യവുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി നമ്മുടെ ആക്രമിക്കപ്പെട്ട നടി ഓടിക്കേറിയത് നമ്മുടെ ലാലിൻ്റെ വീട്ടിലേക്കായിരുന്നു. തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെ കൂറുമാറാത്ത സാക്ഷികളിൽ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ലാൽ സാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴും അടിയുറച്ചുകൊണ്ട് അവൾക്കൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത് എന്നും ഇനി സർക്കാർ തീർച്ചയായിട്ടും അപ്പീലുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് കോടതി വിധിയെ ഞാൻ മാനിക്കുന്നുണ്ട് എന്നും ആരാണ് കുറ്റക്കാരെന്ന് എനിക്ക് വിധിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്നും കോടതി വിധി തീർച്ചയായിട്ടും മാനിക്കുകയാണ്. തീർച്ചയായിട്ടും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം. എന്ത് ശിക്ഷയാണ് കിട്ടുന്നത് എന്ന് കാണാൻ ഞാനും കാത്തിരിക്കുകയാണ്, ആകാംക്ഷയിലാണ്. ഇതുവരെ ഞാൻ നടിയെ വിളിച്ചിട്ടില്ല, അവരോട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്നാണ് ലാൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ആക്രമിക്കപ്പെട്ട നടി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബോൾഡായ ഒരാളാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാണ് അതിജീവിത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. നമുക്കതുകൂടി കേൾക്കാം. അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായി. അത് ഞാൻ അപ്പം തന്നെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര, ഒരാൾക്കും ഇതൊന്നും ഉണ്ടാവരുത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ്. അത് ഭയങ്കര ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് ഓക്കെ ആയിരിക്കും എനിക്ക് പറയാൻ അറിയില്ല. അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവർ ഓരോരുത്തർ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലും എനിക്ക് വേറെ നിങ്ങൾ പോക്കോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, എനിക്ക് മാത്രമല്ല ലോകത്ത് ഇൻജസ്റ്റിസ് നടക്കുന്നത്, എനിക്ക് മാത്രമല്ല ട്രാജഡി നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഓഫ്കോഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഞാൻ ആലോചിച്ച് നോക്കി എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റിയല്ലോ, ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ ഇതിന് പറ്റാത്ത എത്രയോ കുട്ടികൾ, എത്രയോ പേര് ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇത് പുറത്ത് വന്നുകൊണ്ടാണല്ലോ എല്ലാവരും ഞാനിങ്ങനെ ചെയ്തു, ബോൾഡാണ്, അതാണ് ഇതാണ് എന്ന് പറയുന്നത്. പക്ഷെ അവിടേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ പറ്റാത്ത എത്രയോ പേരുണ്ട്. ഉറപ്പായിട്ടും. അപ്പൊ അതാണ് നമ്മൾ നോക്കണ്ടേ. പിന്നെ അവരുടെയൊക്കെ ഒരു പ്രചോദനവും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. സോ എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ എന്റെ ഫാമിലി പറയാണ്, വേണ്ട വേണ്ട ഇതൊന്നും പറയരുത്, വേണ്ട പുറത്ത് പറയണ്ട, അതെന്തായിക്കോട്ടെ, അത് നിന്റെ വിധി, നീ അങ്ങനെയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അതല്ലാതെ എനിക്കൊരു സ്ത്രീകളും അങ്ങനെയാണ്. അതെ, അപ്പൊ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ അതുകൂടി കൊണ്ടാണ്. അല്ലാതെ എനിക്ക് പെട്ടെന്നൊരു ദിവസം കുറെ കറേജ് കിട്ടി, ഓക്കെ ഞാൻ ഇന്നോട്ട് ഭയങ്കര കറേജ് ആയിരിക്കും, ഞാൻ ഭയങ്കര എംപവേർഡ് ആയിരിക്കും, അതൊന്നുമല്ല. ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. എനിക്കും ഭയങ്കര ഷാറ്റേർഡ് ആയിട്ട് പോകുന്ന, ഭയങ്കര മെന്റൽ ബ്രേക്ക് ഡൗൺ വരുന്ന ഭയങ്കര പ്രശ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. കാരണം ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും പറഞ്ഞു തരാൻ എനിക്ക് ആവില്ല എന്നും, അത്തരം ഒരു ഡ്രാമയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ഒരു സാഹചര്യം കേരളത്തിൽ എന്നല്ല ലോകത്തിൽ ഒരു കുട്ടിക്കും വരാതിരിക്കട്ടെ എന്നാണ് അതിജീവിത പറയുന്നത്. പിന്നെ അതിലെങ്ങനെ കംബാക്ക് ചെയ്തു, എങ്ങനെ തിരിച്ചു വന്നു എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. അതിന് എൻ്റെ കയ്യിൽ ഉത്തരമില്ല. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നും, എൻ്റെ ഭർത്താവിൽ നിന്നും, എൻ്റെ അച്ഛനിൽ നിന്നും, അമ്മയിൽ നിന്നും, തൻ്റെ കൂട്ടുകാരികളിൽ നിന്നും, സംഘടനകളിൽ നിന്നും എല്ലാം കിട്ടിയ ഒരു പിന്തുണ അത് തന്നെയാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആക്രമിക്കപ്പെട്ട നടി നമ്മോട് തുടർന്ന് പറയുകയാണ്. ഇത് തന്നെയായിരിക്കണം, ഇതൊരു ഇന്നോവേഷനാണ്, ഇതൊരു മോട്ടിവേഷനാണ്. ഇത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് അവരുടെ പറ്റിപ്പോയ കാര്യങ്ങൾ തുറന്നു പറയാൻ ഈ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയെയും അതുപോലെ തന്നെ അച്ഛനെയും അമ്മയെയും എല്ലാം പേടിച്ചിട്ടാണ് എന്ന് 100% നമുക്ക് ഉറപ്പാണ്. ഇത്തരം ഒരു ഫീൽഡിൽ ഇത്തരം കാര്യങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങി വെച്ചതല്ല. പിന്നെ ഇതിലൊക്കെ ഗൂഢാലോചനയില്ല എന്ന് പറയുന്ന ജഡ്ജിയുടെ ഒരു മനോനില തീർച്ചയായിട്ടും എന്താണെന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം കോടതിയിലേക്ക് നമ്മുടെ
ദിലീപ് കടന്നു വരുന്ന സമയത്ത് ജഡ്ജി എഴുന്നേറ്റ് നിന്നോ നമസ്കാരം പറയുകയാണ്. അത്രയ്ക്ക് ബഹുമാനമാണ് പ്രതിയോട് നമ്മുടെ ജഡ്ജിക്ക് എന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ തീർച്ചയായിട്ടും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കുറ്റാന്വേഷണ ചരിത്രത്തിലെ വലിയ ഒരു ഏട് തന്നെയാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നാടകം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾക്ക് ഈ നടിയോട് മുൻ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അവർക്ക് അവരോടുള്ള താല്പര്യം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ അത്തരത്തിലൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ 2 മണിക്കൂർ നീണ്ട വീഡിയോ ഒരു മെമ്മറി കാർഡിൽ സൂക്ഷിച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ പ്രതി എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് പോലും അത് എത്തിച്ചു എന്നും, അതുപോലെ തന്നെ മെമ്മറി കാർഡിൻ്റെ ആഷ് വാല്യൂ 1 അല്ല 2 അല്ല 6 പ്രാവശ്യം മാറിയിട്ടുണ്ട്, അതിൽ കൂടുതലോ മാറിയിട്ടുണ്ട് എന്ന് കോടതി കണ്ടുപിടിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കോടതി കണ്ടെത്തുകയാണ്. അതിനുശേഷം കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് പൾസർ സുനി നമ്മുടെ ദിലീപിന് കത്ത് എഴുതുകയാണ്. എൻ്റെ കൊട്ടേഷൻ്റെ ബാക്കി കേസാവുകയാണെങ്കിൽ 3.5 കോടി രൂപ അല്ലെങ്കിൽ 1.5 കോടി രൂപയാണ് കൊട്ടേഷൻ ഉറപ്പിച്ചത്, അതിൻ്റെ ബാക്കി തുക എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് എഴുതിയ കത്ത് പുറത്തു വന്നു. അതും ഒരു തെളിവല്ല എന്നാണ് കോടതി പറയുന്നത്. അതിനുശേഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെമ്മറി കാർഡ് അടക്കം ഫോൺ അടക്കം അതുപോലെ തന്നെ സാക്ഷിമൊഴികളടക്കം ദൃക്സാക്ഷികളടക്കം പറഞ്ഞിട്ട് പോലും ഈ കോടതി തെളിവില്ല എന്ന് നമ്മുടെ കോടതി വിധിക്കുമ്പോൾ, ഗൂഢാലോചനയ്ക്ക് യാതൊരു തെളിവുമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നീതിന്യായ വ്യവസ്ഥയെ നോക്കി ചിരിക്കുകയാണ്. കാരണം ഇനി എവിടെ നിന്നാണ് നീതി കിട്ടുക എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് പൊതുജനം. തീർച്ചയായിട്ടും നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മേൽക്കോടതികളിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യത്തിൽ സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതക്കൊപ്പം അടിയുറച്ചു നിന്ന ഒരു സർക്കാരാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നടിക്ക് നീതി കിട്ടുന്നത് വരെ അത് സുപ്രീം കോടതിയാണെങ്കിൽ സുപ്രീം കോടതി വരെ പോകുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. വളരെ സന്തോഷം തോന്നിയ ഒരു പ്രസ്താവനയാണ്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജുഡീഷ്യറിയിലേക്ക് തീർച്ചയായിട്ടും മേൽക്കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായിട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. അതിന് തീർച്ചയായിട്ടും കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിജീവിതക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അതിജീവിതക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഏതായാലും നീതി ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ ബൈ.